അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അധിക്ഷേപ ആരോപണത്തിൽ നിയമ നടപടിയുമായി ADGP ശ്രീജിത്ത്. ഉദ്യോഗസ്ഥനായ ദിവിൻ ഇടവണ്ണയ്ക്കും വാർത്ത നൽകിയ മാധ്യമ സ്ഥാപനത്തിനുമെതിരെ മാനനഷ്ട ഹർജി ADGP ഫയൽ ചെയ്തു. ശ്രീജിത്തിന് എതിരെ ദീപൻ ഇടവണ്ണ ഫേസ്ബുക്കിലൂടെ അഴിമതി ആരോപണം ഉന്നയിക്കുകയായിരുന്നു. തന്നെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടന്നതായി ശ്രീജിത്ത് 24-നോട് പറഞ്ഞു. 2023 ഒരു സ്ത്രീപീഡന കേസിൽ പ്രതിയായ എൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു AMVയെ ഞാൻ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ ആധാരമാക്കിക്കൊണ്ട് യാതൊരു വെരിഫിക്കേഷൻ നടത്താതെ ന്യൂസ് മലയാളം ചാനൽ അത് ഇന്നലെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലും എനിക്കെതിരെയുള്ള വലിയൊരു ആരോപണമായിട്ട് അവർ ഉയർത്തിയിരിക്കുകയാണ്. ഈ ആരോപണ വിധേയനായ വ്യക്തി ഇപ്പോഴും സസ്പെൻഷനിൽ തുടരുകയാണ്. കൂടാതെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള മറ്റൊരുപാട് ആരോപണങ്ങളും ഒക്കെ ഉള്ള കടലാസുകൾ ഞാനിപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഞാൻ നാളെ ഈ കോടതി മൂവിയാണ് ഈ ചാനലിനെതിരെയും ഈ പ്രസ്തുത ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട വ്യക്തിക്കെതിരെയും. ഷെഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേർന്നു. ഷെഫീദ്, ഗുഡ് മോർണിംഗ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SK ഒരു ഉദ്യോഗസ്ഥനെ, അതായത് സംസ്ഥാനത്തെ ഒരു മുതിർന്ന റാങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ നടത്തുന്ന ചില ഗൂഢാലോചന ശ്രമങ്ങളുടെ അടക്കം വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് വിവരങ്ങളടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ചിരുന്നു. SK അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ദിബിൻ ഇടവണ്ണ, കണ്ണൂർ സ്വദേശിയാണ്. ഇയാളാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റർ, ഒരു വേഗ് ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിനകത്ത് കാര്യമായി എന്തെങ്കിലും പറയുന്നു എന്ന് വായിക്കുമ്പോൾ നമുക്ക് പോലും തോന്നുന്നില്ല. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇടുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനം ഒരു വാർത്ത നൽകുകയും ശ്രീജിത്തിനെതിരെ വലിയ ആക്ഷേപം എന്ന രീതിയിൽ, വലിയ ആരോപണം എന്ന രീതിയിൽ ഒരു വാർത്ത നൽകുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ADGP ശ്രീജിത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. 2023 ശ്രീജിത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം ചില വിപ്ലവകരമായ മാറ്റങ്ങൾ അദ്ദേഹം ഗതാഗത വകുപ്പിൽ വരുത്തി. പ്രത്യേകിച്ച് സ്മാർട്ട് ലൈസൻസ് ഒക്കെ അദ്ദേഹം നടപ്പാക്കിയ ഒരു പദ്ധതിയായിരുന്നു. മാത്രമല്ല ആ സമയത്ത് ഈ ഗതാഗത വകുപ്പിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ഒരു വകുപ്പാണ് ഗതാഗത വകുപ്പ്. ആ ഗതാഗത വകുപ്പിൽ മുഖം നോക്കാതെ അച്ചടക്ക നടപടി അടക്കമുള്ള കാര്യങ്ങളെ ശ്രീജിത്ത് എടുത്തിരുന്നു. ഈ ദിബിൻ ഇടവണ്ണയ്ക്കെതിരെ 2023 ഒരു യുവതി പരാതിയുമായി രംഗത്തെത്തിയത് ഒരു ഗുരുതരമായ പരാതിയായിരുന്നു. ലൈസൻസ് അപേക്ഷയുമായി എത്തിയ യുവതിയെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭീഷണിപ്പെടുത്തി. അതിന്റെ തെളിവടക്കമുള്ള കാര്യങ്ങൾ അന്നേ ട്രാൻസ്പോർട്ട് വകുപ്പിന് കിട്ടിയിരുന്നു. മാത്രമല്ല ഇയാൾ തന്നെ പിന്നീട് ഇതിന്റെ അന്വേഷണത്തിൽ ഒരു തെറ്റുപറ്റിയത് സമ്മതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി അന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ശ്രീജിത്ത് കൈക്കൊണ്ടു. ഇതിന്റെ അടക്കം വൈരാഗ്യം തീർക്കാൻ എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണം ഉന്നയിക്കുകയും ചില ഗൂഢാലോചന ശ്രമങ്ങളുടെ ഭാഗമായി തനിക്കെതിരെ അങ്ങനെ ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ശ്രീജിത്തിന്റെ ഇതിലെ ആക്ഷേപം. അദ്ദേഹം കർശന നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ തുടർ നിയമ നടപടിക്ക് അനുമതി അടക്കം തേടിക്കൊണ്ട് അദ്ദേഹം സർക്കാരിന് കത്തയച്ചിട്ടുണ്ട്. ഇന്ന് മാനനഷ്ട കേസ് അദ്ദേഹം കോടതിയിൽ ഫയൽ ചെയ്യും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒന്നാമത്തെ കാര്യം എന്ത് അഴിമതി ആരോപണമാണെങ്കിലും അത് തെളിയിക്കപ്പെട്ടാൽ തനിക്കെതിരെ അന്വേഷണം നടക്കട്ടെ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം അങ്ങനെ അച്ചടക്ക നടപടി എടുത്തതിന്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് അദ്ദേഹം സർക്കാരിനെയും കോടതിയിലും അറിയിക്കും. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറല്ല എന്നുള്ള കാര്യം കൂടി ശ്രീജിത്ത് വ്യക്തമാക്കുന്നുണ്ട്. നമ്മളുടെ അന്വേഷണത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 2023 യുവതിയുടെ പരാതിയിൽ അന്ന് കതിരൂർ പോലീസ് കേസെടുത്തിരുന്നു. പീഡന കേസായിരുന്നു എടുത്തിരുന്നത്. പിന്നീടാണ് ഇയാൾക്കെതിരെ അച്ചടക്ക നടപടി, ഈ പോലീസ് സ്റ്റേഷനിലെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ദിബിൻ ഇടവണ്ണയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. ഇപ്പോഴും ദിബിൻ ഇടവണ്ണ മറ്റൊരു സംഭവത്തിൽ സസ്പെൻഷനിലാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളും നമ്മളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. കാരണം ഈ ചട്ടലംഘനമാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ഇപ്പോഴും സസ്പെൻഷൻ കിട്ടാനുള്ള കാരണം. സർക്കാരിന്റെ യൂണിഫോമിൽ, അതായത് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ അദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പരസ്യം, അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്ഥാപനം ഒരു PSC സെന്ററാണ്, അതൊരിക്കലും സർക്കാർ അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. അദ്ദേഹം അത് വെച്ച് പരസ്യമൊക്കെ ചെയ്ത് അത് ഒരു PSC ട്രെയിനിങ് എന്ന രീതിയിൽ അദ്ദേഹം പരസ്യം നടത്തിയതിന്റെ ദൃശ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കതിന്റെ തെളിവ് നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിന്റെ തെളിവ് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ പലതരത്തിലുള്ള അച്ചടക്ക ലംഘനം നേരിട്ടൊരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പിടിച്ചൊരു മാധ്യമ സ്ഥാപനം ഇങ്ങനെ വാർത്ത നൽകി എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഗൗരവം. സർക്കാരും ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ശ്രീജിത്തിന് നിയമസഹായം നൽകും എന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ രീതിയിൽ ഒരു വ്യാജ അധിക്ഷേപ ആരോപണം, ഒരു വ്യാജ അധിക്ഷേപ പരാമർശം അതുണ്ടാവുകയും ഇപ്പോൾ പോലീസ് ആസ്ഥാനത്തെ ADGP-ആയി പ്രവർത്തിക്കുന്ന ശ്രീജിത്ത് അക്കാര്യത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയുമാണ്. ഷെഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.